ഇരിക്കാൻ ഒരിടവും ബാക്കിയില്ല. ഇതെന്തൊരു കഷ്ടമാന്ന് പറ. എന്നമ്മാ? എന്റെ കണ്ണട കാണുന്നില്ലെന്നേ. ഞാൻ അലമാരിക്കകത്ത് ആ ബുക്കിന്റെ കൂടെ വെച്ചതാ. എനിക്ക് നല്ല ഓർമ്മയാ. அம்மா அலமாரைக்குள்ள இருக்காது, வேற எங்கேயாவது நீங்க வச்சிருப்பீங்க. വേറെ എവിടെയെങ്കിലും വെക്കുന്ന നീ കണ്ടായിരുന്നോ? ആ പിന്നെന്താ? நான் சொன்னேன் அவ்வளோதான். എന്താ എന്റെ കണ്ണട കാണുന്നില്ല കൊച്ചേ. അത് പുതുമുള്ളൊരു കാര്യമല്ലല്ലോ, എപ്പോഴും കാണാതെ പോണതല്ലേ. എപ്പോഴാ കാണാതെ പോകുന്നത്? അല്ല, അമ്മൂമ്മ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കും, എന്നിട്ട് അത് മറന്നു പോകും. അതിപ്പോ നമ്മുടെ കുഴപ്പമാണോ അമ്മൂമ്മ? ആ ഇനി മറവിയെ പറ. അയ്യോ, ഞാൻ മറവിനെ പറഞ്ഞതല്ല, അത് പ്രായമായവർക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഇത്. ഓ ഇനി പ്രായത്തെ പറഞ്ഞാ മതി. ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇടയ്ക്ക് എപ്പോഴാ എന്റെ കണ്ണട കാണാതെ പോയിട്ടുള്ളത്? എപ്പോഴാടാ കാണാതെ പോയിട്ടുള്ളത്? അമ്മൂമ്മയുടെ കണ്ണട. അമ്മൂമ്മയുടെ കണ്ണട കാണാതെ പോയിട്ടുണ്ടോ? ആ ഇന്നാളും അമ്മൂമ്മ കണ്ണട തലയിൽ വെച്ചിട്ട് ഇവിടെ കണ്ണട തപ്പി നടന്നില്ലായിരുന്നോ? അത് ഇന്നാളൊന്നും അല്ല, ഒരുപാട് നാളായി. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇതാണ് പറഞ്ഞത് അമ്മൂമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ടെന്ന്. ആ എന്തെങ്കിലും പറയുമ്പോ എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും ആ കണ്ണട ഇത് എവിടെ പോയി? 14,000 രൂപ കൊടുത്ത് മേടിച്ച കണ്ണടയായിരുന്നു. அம்மா அந்த கண்ணடை வாங்கிட்டு ஒரு 3 வருஷம் ஆயிருக்கும்ல. അപ്പൊ പഴയതായി പുതിയത് മേടിക്കാലോ. അതെ, പുതിയത് മേടിക്കാൻ 10-15 രൂപ എടുത്ത് പുതിയ കണ്ണാടി കിട്ടൂലേ? എന്തോ പറഞ്ഞേ? 15 രൂപ. 10,000 രൂപ നിന്റെ കയ്യിലുണ്ടോ? പിന്നെന്താ മിണ്ടാതെ അവിടെ ഇല്ലേ? ആ ചേച്ചി കാശ് കൊടുക്ക് മേടിച്ചു തരും. അതിന് പുതിയ കണ്ണടയുടെ ആവശ്യം എന്താ? ആ കാണാതെ പോയത് കണ്ടുപിടിച്ചാ പോരെ. അത് തന്നെ, പഴയ കണ്ണടക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നല്ലപോലെ കാണാൻ പറ്റും. ലച്ചു, നിന്റെ മുറിയിലെങ്ങാണോ ഉണ്ടോ? എന്റെ മുറിയിൽ എങ്ങനെയാ അമ്മൂമ്മയുടെ കണ്ണട വരുന്നേ? ഓ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴത്തേന് വലിയ കുഴപ്പമാ. ഞാനും കൂടെ അങ്ങോട്ട് പോട്ടെട്ടോ, അല്ലെങ്കിൽ എല്ലാം വലിച്ചു മാറ്റിടും. അതെ 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 അതെ. കേശേട്ടാ, ചേച്ചെങ്ങാനും കണ്ടായിരുന്നെങ്കിൽ ഉയിലെടുത്തേനെ. അത്ര തന്നെ. ஆமா, என்னோட உசிரே போச்சு இப்போ. എന്നാലും അമ്മൂമ്മ എവിടൊക്കെ നടന്ന് എന്തൊക്കെ തട്ടിയിട്ട് മറിക്കണ്. ഒന്ന് തട്ടി മറിച്ചിട്ടായിരുന്നെങ്കിൽ നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു കിട്ടിയേനെ. ചേട്ടാ, എല്ലാം പൊളിഞ്ഞല്ല. എന്തൊക്കെയായിരുന്നു? കണ്ണാട അവിടെ കൊണ്ട് വെക്കുന്നു, അമ്മൂമ്മ തട്ടിമറിച്ചിടുന്നു, അത് പൊട്ടുന്നു, അമ്മൂമ്മയുടെ തലയ്ക്ക് ആക്കുന്നു. ഇപ്പൊ എല്ലാം പൊളിഞ്ഞില്ലേ? വെറുതെ അല്ല ചേട്ടനെ മണ്ടനെന്ന് വിളിക്കുന്നത്. ആടി തന്നെ നീയൊക്കെ ചെയ്യണ കണ്ണന്തിരി ഒളിപ്പിക്കാൻ ഞാൻ വേണം. അവസാനം എനിക്ക് മണ്ടന്ന് വേറല്ലേ ഇവിടെ വിളിക്കട്ടെ. അമ്മൂമ്മ അത് എവിടാ പൊട്ടിച്ച കല്ലു നിക്കണോ? டேய், அம்மா வந்து ரொம்ப கோவத்துல இருக்காங்க. டைம் போக போக கோவம் ஏறிட்டே வருது. நான் ஆனா என்ன சொன்னேன்னா, நீங்க கண்ணாடி அங்க வச்சிருப்பீங்க இங்க வச்சிருப்பீங்க சொல்லிட்டு அம்மாவை அங்கே இங்கே எல்லாம் தேட விட்டுருக்கேன். எனக்கு வயத்தெல்லாம் ஒரு மாதிரியா இருக்கு, பயந்துட்டு. இப்போ நம்ம சொன்னது எல்லாமே பொய்ன்னு நினைக்கும் போது எனக்கு ஒரு மாதிரியா இருக்கு. എന്നാ പിന്നെ സത്യം പോയങ്ങ് പറ. ஐயோ, அது எப்படி சொல்ல முடியும்? அம்மா திட்டுவாங்கல்ல. അതാ ഞങ്ങളൊന്നും പറയാതിരിക്കുന്നേ. டேய், என்ன செய்வோம்டா? ഞാൻ അതല്ലേ ആലോചിച്ചിരിക്കണോടെ. കനാൻഡി ഒരു കാര്യം ചെയ്യാവൂ? ചെന്നിട്ട് അമ്മൂമ്മയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരിക. நான் போக மாட்டேன். ഫുള്ള് കേൾക്കുക, ഫുള്ള് കേട്ടിട്ട് ബാക്കി പറയാ. ചെല്ലിയ അമ്മൂമ്മയെ വിളിച്ചോണ്ട് വരിക. അമ്മൂമ്മയുടെ നമ്മള് കാര്യമൊക്കെ പറഞ്ഞ് നൈസിൽ ഇവിടെ ഇരുത്തുന്നു. ഇവിടെ നമ്മള് കണ്ണാടി വെച്ചേക്കുന്നു, അമ്മൂമ്മ ഇരിക്കുന്നു, പൊട്ടുന്നു. അതെങ്ങനെ നടക്കുന്ന? കണ്ണാടി തെരിയുംല ചേട്ടാ, നമ്മൾ ഇരിക്കുന്നിടത്ത് കണ്ണാടി ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലേന്ന് അമ്മൂമ്മ ചോദിക്കത്തില്ലേ? അതിന് ഐഡിയ ഉണ്ട്. ഒരു തുണിയോ തോർത്തോ എന്തെങ്കിലും നീ എടുത്തോണ്ട് പോവാ, അതുകൊണ്ട് നിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഇടുന്നു. അമ്മൂമ്മ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആ തോർത്തങ്ങ് എടുക്കാം. അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് അയ്യോ എന്തോ സൗണ്ട് കേട്ടല്ലോ, കണ്ണാടി പൊട്ടിപ്പോയോ, അമ്മൂമ്മ കയറി ഇരുന്നു. സിമ്പിൾ പോരെ? ഇതെല്ലാം നടക്കുമാടാ? അതൊക്കെ ഞാൻ നടത്തി കാണിച്ചു തരാം. അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യാം, കനാൻഡിയെ പൊട്ടിച്ചെന്ന് ചെന്ന് പറ. അയ്യോ, നാനാ? ഒരു കണക്കിന് പറഞ്ഞാൽ കനാൻഡിയാണ് മെയിൻ കുറ്റവാളി. അയ്യോ, അതെപ്പടി? കനകാൻഡി ഗ്ലാസ് അവളുടെ കൊടുക്കുന്ന സമയത്താണല്ലോ കണ്ണട താഴെ വീണ് പൊട്ടിയത്. അത് അവ പിടിക്കല്ലേ, അതിനാല് തന്നെ. ആരുടെ കയ്യിൽ നിന്നാ വീണ? കനാൻഡിയുടെ കയ്യിൽ നിന്നാണല്ലോ.
അങ്ങനെ ഒരു ലോ പോയിന്റ് ഉണ്ടല്ലേ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടില്ലേട്ടാ. കനാൻഡി ഇപ്പൊ ചെന്ന് അമ്മൂമ്മയെ വിളിച്ചോണ്ട് വരുന്നോ അതോ ഇത് പൊട്ടിച്ചത് കനാൻഡി എന്ന് ഞാൻ പറയണോ? ஐயோ வேண்டாம், நானே போய் அம்மாவை கூட்டிட்டு வரேன். ശരി. மதுரை மீனாட்சி காப்பாத்துங்க. ആറു മക്കളെ, നീ പോയി തോർത്തെടുത്തു ചെല്ല്. പോയി തോർത്തെടുത്തോണ്ട് പാടി, ഇല്ലെങ്കിൽ നിന്റെ തലക്കിടും. കനാൻഡി എന്നപ്പോ നീ മേടിച്ചില്ല, ലോ പോയിട്ട് മാറിയാ? വേണ്ട. ചെല്ല് ചെല്ല് ചെല്ല്. ലോ പോയിന്റ് നമ്മടുത്ത്. ചേട്ടാ തോർത്തില്ല, തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതൊക്കെ മതി. ഏത് രീതി വെച്ചാൽ കറക്റ്റ് പൊട്ടുന്ന ഫീൽ കാര്യം പറ. அது കേസ് കൂപ്പിടുறான். എന്താടാ, എന്തിനാ വിളിച്ചേ? അമ്മൂമ്മ ഒന്നുമില്ല. അതെ, പിന്നെ നമ്മളെ ഈ അമ്മൂമ്മ വന്ന് ഇരിപ്പാ. എടാ, എനിക്ക് ഇരിക്കാൻ സമയമില്ല, അവിടെ അടുക്കള ഒരുപാട് പണി കിടപ്പുണ്ട്. മാമ ഇരിക്ക്. കൊച്ചേ, നീ നടങ്ങിയില്ലേ? അമ്മൂമ്മ കറക്റ്റ് പറഞ്ഞല്ലേ. അമ്മൂമ്മ ഗ്ലാസ് ഐ മീൻ കണ്ണട ഇന്നലെ എപ്പോഴാണ് എടുത്തത്? അത് ഇന്നലെ. അത് ഇന്നലെ അല്ലല്ലോ. ഇന്നലെ എന്തോ സഹസ്രനാമം എന്തോ വായിക്കാൻ വേണ്ടിയല്ലേ അവസാനം എടുത്തത് ആ, അല്ലേ? ആണോ? അത് ശരി, എന്റെ അടുത്താണോ ചോദിക്കണോ? എടോ തനിക്കതൊന്നും ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ആ ബെസ്റ്റ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കാര്യം ചെയ്യാം, അമ്മൂമ്മ വന്നിരിക്കേ. എടാ, ഇരിക്കാൻ സമയമില്ല നിന്നോട് ഒരു തവണ പറഞ്ഞോ ഞാൻ? അതെ, ഞാൻ ഒരു തവണ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഇരിക്കുന്നത്. എന്താ, എന്തിനാ വിളിച്ചെന്ന് വെച്ചാ അത് കാര്യം പറഞ്ഞു. എപ്പോഴാ അവസാനമായിട്ട് കണ്ണട കണ്ടത്? அம்மா, நேத்துக்கு நீங்க பத்திரம் படிச்சீங்கல்ல, அப்போ கண்ணட வச்சீங்கல்ல. പത്രം വായിച്ചായിരുന്നോ? അതും ഓർമ്മയില്ലേ? എന്റെ അമ്മൂമ്മ ശരിക്കും അമ്മൂമ്മ പത്രം വായിക്കുന്നത് എന്തിനാണ്? വായിക്കുന്നത് അപ്പൊ മറന്നുകളയാനാ? ചേച്ചി അങ്ങനെ ചില സമയം അമ്മൂമ്മക്ക് എന്തൊരു അമ്മൂമ്മ ഒന്നും ഓർമ്മയില്ലേ? അമ്മൂമ്മ ഇരി, നമുക്ക് ഇരുന്ന് ആലോചിക്കാം. ஆமாமா, உட்காந்து யோசிக்கலாமா. உட்காருங்கம்மா. ഉட்കാരുന്നില്ല, ഇവിടെ നിന്ന് പറയേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാ മതി. என்னம்மா அது உட்காந்து பேசலாமா, ப்ளீஸ் அம்மா உட்காருங்கம்மா. അല്ല, നീ എന്തിനാ എന്നെ ഇപ്പൊ ഇരുത്താൻ നോക്കുന്നേ? அதுதான் நல்லது. உட்காருங்க. அம்மா அம்மா ப்ளீஸ் அம்மா, ப்ளீஸ் அம்மா, நீங்க உட்காருங்கம்மா. അവിടെ ഇരി, അവിടെ ഇരി. എന്നെ ഇരുത്താൻ നോക്കാതെ. ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞേ, എനിക്ക് അടുക്കള ഒരുപാട് ജോലി കിടപ്പുണ്ട്. അപ്പൊ ഇരി ഇരി ഇരി, നീ അവിടെ ഇരുന്നോ. ചേച്ചി അടുക്കളയിലോട്ട് ചെല്ല്. ചിലപ്പോ ഈ ദേശത്തെ അമ്മൂമ്മ എന്തായാലും കൈ കിട്ടണ തറയടിക്കും. അത് അമ്മൂമ്മനെ കാശ് കൊടുത്ത് മേടിച്ചു. ഒന്ന് പോ ചേച്ചി, ആ കണ്ണാടി ഒന്ന് തപ്പി കണ്ടുപിടിച്ച് കോട്ട്. ചേച്ചി പോയേച്ചി. ഇവനെ കൂടെ ഒരു ശല്യാണല്ലോ. இனி என்ன செய்வோம்? അതൊക്കെണി എന്തായാലും പറ്റാവുള്ളതൊക്കെ പറ്റി. പോട്ടെ പോട്ടെ. ഗ്ലാസ് മാത്രമേ പൊട്ടിട്ടുള്ളായിരുന്നു, ഇപ്പൊ മിച്ചറ് വരുവായി.